تذكر يوما كنت تعانق دمعة الفكر تناجي الله في صبر وترجو رحمة تسري. ബുർദ ബൈത്ത് 35-ാമത്തെ നാൾ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടത്തിയ സമയത്ത് റസൂലുള്ളാഹി തങ്ങ ഒരു നബീൻ്റെ ഗൊന്തിന്നിട്ടും മുന്നോളത്തെ വേദഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹിയുടെ ബഗ്ഗയുള്ള ലക്ഷണം മനസ്സിലാക്കിയിട്ടും ദുരഭിമാനത്തിലും അഹങ്കാരത്തിലും ഹസദിലും അസൂയലും ചില ആൾമാർ റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിക്കുക തയ്യാറായില്ല. അതിൻ്റെ പേരിൽ ഘർഷണം വന്ന് ആ ഘർഷണ യുദ്ധത്തോളം പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വന്തമായിട്ടൊരു യുദ്ധം ആക്കില്ലെങ്കിലും നബി തങ്ങളും സഹാബത്തിലും എതിർക്കുകയും കൊല്ലുകയും വന്ന സമയത്ത് അനിവാര്യമായിട്ട് അതിനെ പ്രതിരോധ ഡിഫെൻസ് ആക്കാനായിട്ട് ബന്ത് അങ്ങനെ കുറേ ഡിഫെൻസ് വാറുങ്ങ പ്രതിരോധ സമരങ്ങളും ഇസ്ലാമിൽ നടന്നത്. അതിനെ ಬಗ್ಗೆ ആയിട്ട് ഇപ്പോൾ ഇമാം ബുസരി തങ്ങ 118-ാമത്തെ ബൈത്തിൽ ചൊന്നിട്ടുള്ളേ റാഅത്ത് ഖുലൂബൽ ഇദാ അംബാഉ ബിഅസതിഹി കനബഅത്തിൻ അജ്ലഫത്ത് ഗുഫ്ലം മിനൽ ഗനമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നബിയായിട്ട് കടത്തിരാണ്ടുള്ള റിപ്പോർട്ട്, അംബാഉ ബിഅസത്ത് നബി തങ്ങളെ അള്ളാഹു നബിയായിട്ട് കടത്തിരാണ്ടുള്ള വിവര, ആ റിപ്പോർട്ടു അത് റാഅത്ത് ഖുലൂബൽ ഇദാ ശത്രുക്കളെ ഹൃദയത്തെ ബെറപ്പാട്ടിത്ത്. അത് കേട്ട ഉടനെ ശത്രുക്കൾ വല്ലാതെ ബെറച്ചു പോയാൽ കനബഅത്തിൻ അതൊരു ഗർജന പോലെ, ഇതൊരു സിംഹഗർജന പോലെ അജിലഫത്ത് ആ ഗർജന പേടുപാട്ടിട് ബെറപ്പാട്ടിട് പരിഭ്രാന്തരാക്കിയത് ഗുഫ്ലം മിനൽ ഗനമി ഒരു ശബ്ദവും ഇല്ലാണ്ട് മേഞ്ഞോണ്ടിരുന്ന ആടുങ്ങളെ, വേറെ യാതൊരു വിഷയമില്ലാണ്ട് അങ്ങനെ അതിരത്തിലേക്ക് മേഞ്ഞോണ്ടിരുന്ന ആടുങ്ങളെ ഒരു സിംഹ വന്നിട്ട് ഏത് രൂപത്തിൽ ഗർജിക്കുമ്പോഴത്തേക്കും അത് പേടിച്ച് ബെറന്നിട്ട് എല്ലാ മുഖത്തും അത് ഓടുക, അത്രയും അത് ഞെട്ടിപ്പോണ്ട ആ ഒരു രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് നബി തങ്ങൾ ഒരു നബിയായിട്ട് വന്നുകൊണ്ടുണ്ടോ, നിങ്ങളെ പഴയ വിശ്വാസ നിങ്ങളെ സമയമില്ലാത്ത ആചാര വിചാര അനുഷ്ഠാനത്തിൽ ചേഞ്ച് ആക്കാനായിട്ട് ബന്ധുണ്ടല്ലോ വിഷയം കിട്ടിയപ്പോൾ അതിന് ഒപ്പുക സാധ്യമില്ലാത്ത ആ ശത്രു കൂട്ട അങ്ങ് പേടിച്ച് പോയാറ്, ബെറന്ന് പോയാറ്, അങ്ങ് അശ്രദ്ധന്മാരായിട്ട് ഗഫ്ലാന്മാരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നാറ്. ഈ ഒരു ശുദ്ധി കിട്ടിയപ്പോൾ അങ്ങ് അത് താങ്ങുകയില്ല, അങ്ങനെ ജീവിതത്തിൽ സിസ്റ്റം കൊണ്ടുവരുവാൻ സാധ്യമായില്ല. അതിൽ പിന്നെ യുദ്ധ അതിൻ്റെ കാരണത്താൽ ഉണ്ടായിട്ട് 119-ാമത്തെ ബൈത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്നത് മാസാല യൽഖാഹുമു ഫീ കുല്ലി മുഅ്തറക്കിൻ ഹത്താ ഹകൗ ബിൽ ഖനാ ലഹ്മൻ അലാ വദമി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ടു ബരബേര രണാങ്കണത്തിൽ മാസാല യൽഖാഹുമു ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്, സംഘർഷം ആയോണ്ടിരുന്നത് ഫീ കുല്ലി മുഅ്തറക്കിൻ ഓരോ രണാങ്കണത്തിലും യുദ്ധഭൂമിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് എതിർത്തുകൊണ്ടിരുന്നാണ്, റസൂലുള്ളാഹിയെ പ്രതിരോധാക്കിക്കൊണ്ടിരുന്നത്. ഹത്താ ഹകൗ ബിൽ ഖനാ ലഹ്മൻ അലാ വദമി. അവസാന യന്ത്രത്തിൽ ചെന്നെങ്കിൽ അങ്ങ് സാധാരണ ഒരു കസായി ഇറച്ചി സെയിലാക്കുന്ന ആൾ അവൻ്റെ ഇറച്ചെല്ലാം ബിക്കുകയായിട്ട് ആ ഇറച്ചിയുടെ അങ്ങാടെ പലകയുടെ മേൽ വെച്ചിട്ട് കസ്റ്റമറെ കാത്തോണ്ടിരുന്ന പോലെ അങ്ങനെ അവസ്ഥ അങ്ങനെയുള്ള അവിടെ കൊല്ലപ്പെട്ടിട്ട് അങ്ങനെ ഡെഡ് ബോഡി അവിടെ യുദ്ധക്കളത്തിൽ പൂന്നിട്ടു. ആ യുദ്ധക്കളത്തിൽ പൂന്ന കണക്കത്തെ ആ ഡെഡ് ബോഡിയെ അതിലെ ഇറച്ചിരെ അതിലുള്ള മാംസത്തെ അങ്ങ് ബിക്കോപിച്ച പോലെ ആ മാംസമെല്ലാം അവിടെ ചിന്നിച്ചിതറി കിടന്നിട്ട് ഒരു ഇറച്ചി കച്ചവടത്തെ ഒരു ഇറച്ചിരങ്ങാണ്ട് ഏതുപോലെ ഇറച്ചിയെല്ലാം അപ്പുറം പൂന്നിട്ടിക്കിട റാസി പൂന്നിട്ടിക്കിട അതേപോലെ ആയിട്ട് അങ്ങനെ സ്ഥിതിയിട്ട് ആ യുദ്ധരംഗത്തുണ്ടായ അങ്ങനെ പരാഭവത്തെ ಬಗ್ಗೆ മഹാനായ ബൂസരി റളിയല്ലാഹു അൻഹു ഞങ്ങളോട് വിശദീകരിച്ച് തന്നുകൊണ്ടുണ്ട്. 120-ാമത്തെ ബൈത്തിൽ ഇമാം ചൊല്ലിയത് യുദ്ധരംഗത്ത് അങ്ങുണ്ടായ തള്ളണ ബേജാറ്, ആ ടെൻഷൻ അതിനെ ಬಗ್ಗೆ ആയിട്ടിക്കുന്നത് വദ്ദുൽ ഫിറാറ ഫഖാദു യഗ്ബിതൂന ബിഹി അഷ്ലാ അശാലത്ത് മഅൽ ഇഖ്ബാനി വറഖമി. അങ്ങ യുദ്ധരംഗത്തെ ഓടിയിട്ട് പോകാണ്ട് വിചാരിച്ചാർ ഇവിടെ വിജയിക്കുക സാധ്യമല്ല. ഹക്കും ബാത്തിലും ധർമ്മം അധർമ്മം തമ്മിൽ യുദ്ധം നടക്കുമ്പോഴത്തേക്കും അധർമ്മത്തേക്ക് ഒർക്കും വിജയിക്കുക സാധ്യമല്ല. നിബിതങ്ങളും സഹാബത്തിനും ഒന്നും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുക സാധ്യമല്ല. ഞങ്ങൾ ഓടുവാണ്ട് വിചാരിച്ചാർ. അങ്ങനെ ഓടുന്നത് അത്ര ചന്തല്ല. ഞങ്ങൾ വലിയൊരു തറവാടിത്തുള്ള ആൾമാർ, ഈ റായത്തെ വലിയ മുഖണ്ഡന്മാർ ഞങ്ങൾ ഓടിപ്പോയിട്ടാൽ ഒരു ചങ്കിയുടെ വിഷയമാണ്.
ഫക്കാദു യഗ്ബിതൂന ബിഹി അഷ്ലാ ഷാലത്ത് മഅൽ ഇഖ്ബാനി വർ റഹമി. അങ്ങനെ ബിയാച്ചാറ് മറിച്ച് കിടക്കുന്ന ആൾമാരെ കണ്ടപ്പോൾ അങ്ങ് അസൂയായിട്ട് അങ്ങ് മറിച്ച് പോകാറല്ലേ, ഞങ്ങൾ ഇന്നും മറിച്ച് പോയിട്ടില്ലല്ലേ. അഷ്ലാ ഷാലത്ത് മഅൽ ഇഖ്ബാനി വർ റഹമി, ഈ ഇറച്ചി എടുത്തു പോകേണ്ട മനുഷ്യന്മാരെ ഇറച്ചി തീരുടെ പോലത്തെ ചെന്ന് മൃഗമായിട്ട് കിട്. ഇഖ്ബാൻ ചൊന്നുണ്ടായെങ്കിൽ ഈ ഗരുഡ ചൊല്ലത് ഈഗൾ, ആ ഗരുഡ. അതേപോലെ റഹം ചൊന്നുണ്ടായെങ്കിൽ അത് വൈച്ചർ ചൊല്ലാറ്, രണഹദ്ദു ഗിടുക, ഗിടി. ഇത് രണ്ട് മനുഷ്യന്മാരെ ഇറച്ചെടുത്തോ പോയിട്ട് തിരിയുടെ സാമാനായിട്ടിക്കട്, ശക്തിശാലിയായ രണ്ട് പക്ഷിങ്ങായിട്ടിക്കട്. ഈ പക്ഷിങ്ങ മറിച്ച് കിടക്കുന്ന ആൾമാരെ തടിയിൽ വന്നിട്ട് ഇറച്ചെടുത്തോ പോകുമ്പോഴത്തേക്കും ആ ജീവന്ത ആൾമാരെ തടിയിൽ വയറ്റിയോ പോകുമ്പോഴത്തേക്കും തിന്നുകയായിട്ട് അങ്ങ് വിചാരിച്ചു വന്നാൽ ഞങ്ങും അതേപോലെ ആയിട്ടെങ്കിൽ ഞങ്ങൾ ഈ നാണക്കേടത്തൊട്ട് രക്ഷപ്പെടാൻ തല്ലേ. ഞങ്ങൾ അപ്പുറം മറിച്ചിട്ടും ഇല്ല, ഇരിക്കുക ആവിടുമില്ല, കൈക്കാല് പൊലിഞ്ഞിട്ട് കിടന്നിട്ടുള്ള ഞങ്ങളെ സഹാബത്ത് നോക്കിക്കൊണ്ടുള്ളാറ്. ഞങ്ങൾ ഇവിടെ അഹങ്കാരിങ്ങായിട്ടിരുന്ന ഇപ്പോൾ ഞങ്ങൾ നിസ്സഹായക്കന്മാരായിട്ടുള്ള ഞങ്ങളൊന്നാ മരിക്കണമെന്ന് മറിച്ചിട്ട് ഞങ്ങളെ തടിയുടെ ഇക്കോത്തിറാന്ത് ഏതെങ്കിലും ഒരു വൈച്ചർ ഈഗൾ പോലെയുള്ള രണഹദ്ദുങ്ങും ഗിടുകങ്ങും വന്ന് ഞങ്ങൾ വയറ്റിയോ പോകണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയ്ക്ക് വരെ അങ്ങ് എത്തിപ്പോയാറുണ്ട് മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു ചൊന്നിട്ടുണ്ട്.